ബ്രേക്ക്ഫാസ്റ്റ് ആണോ അല്ല, ലഞ്ചാണോ അല്ല, അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഇന്ന് ബ്രഞ്ച് കഴിക്കാം. കാരണം എഴുന്നേറ്റ് വന്നപ്പോൾ അതായി സമയം. ഈസി ആയിട്ട് നമുക്ക് പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പുട്ടുണ്ടാക്കാനാണെങ്കിൽ അത്രയും കൂടെ വേണ്ട. പണ്ടൊക്കെ ആണെങ്കിലുണ്ടല്ലോ, എനിക്ക് പുട്ടിനോട് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഹോസ്റ്റൽ ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ സാഹചര്യമൊക്കെ ആയിട്ട് ഒത്തുപോകാൻ പറ്റിയൊരു ഐറ്റം പുട്ടാണ്. കാരണം അത്രയ്ക്ക് എളുപ്പമാണല്ലോ അത് ഉണ്ടാക്കാൻ. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, ഇന്ന് പുട്ടുണ്ടാക്കാം. അങ്ങനെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്തു. കറക്റ്റ് സമയത്ത് ആമസോണുകാരൻ നമ്മുടെ സാധനമായിട്ട് വന്നതുകൊണ്ട് അവിടെ പോയി. അതുകൊണ്ട് ചെറുതായിട്ട് കുറച്ച് ഫ്രൈ അധികമായോ എന്നൊരു ഡൗട്ട്. ഇവിടെ ഞാൻ പുട്ടൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. പുട്ട് നനയ്ക്കുമ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് പാൽപ്പൊടിയൊക്കെ ആഡ് ചെയ്യും കേട്ടോ, എൻ്റെ ഒരു സമാധാനത്തിന്, കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറിയും പുട്ടുമൊക്കെ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് നല്ലൊരു മസാല ടീ ആണ് കേട്ടോ. മസാല ടീ ചെറിയ മധുരമൊക്കെ ഇട്ടതാ ഇതുപോലെ അടിച്ചു കുടിക്കണം. നല്ല ചൂട് ചിക്കൻ കറിയും ചൂട് പുട്ടും ചൂട് ചായയും, അതും ചിക്കൻ കറിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നല്ല എരിവുള്ള കറിയുടെ കൂടെ നല്ല ചൂടുള്ള ചായ കൂടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമില്ലേ, ആ ഒരു സുഖം അതൊരു വല്ലാത്ത സുഖമാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു ടിൽ നെക്സ്റ്റ് ടൈം.